Hi dears, welcome to my channel. ഇപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ബേബിക്ക് സോളിഡ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണ കുറച്ച് മിസ്റ്റേക്സും പിന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ബേബീനെ കംഫർട്ടായിട്ട് വെച്ച് തന്നെ അവരെ കരയിപ്പിക്കാണ്ട് ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്യാണ്ട് എങ്ങനെ ഹാപ്പി ആയിട്ട് അവരെ ഫുഡ് കൊടുക്കാമെന്നുള്ള ട്രിക്സാണ് ഞാൻ ഒന്ന് പറഞ്ഞുതരാൻ പോണത്. നിങ്ങൾ ഫുൾ വീഡിയോ വാച്ച് ചെയ്യണമെങ്കിൽ ലാസ്റ്റിലായിട്ട് ഞാൻ എൻ്റെ ബേബീനെ എങ്ങനെയാണ് നമ്മൾ അവരുടെ ഫീഡ് ചെയ്യണമെന്നുള്ളതും പിന്നെ അവരുടെ വയർ ഫുള്ളായെന്നുള്ള കുറച്ച് സയൻസും ബോഡി ലാംഗ്വേജസും ഒക്കെ അവൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കുറേ ഇൻഫോർമേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫസ്റ്റ് ബേബിയിൽ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തതിൻ്റെ കുറച്ച് മിസ്റ്റേക്സ് ആദ്യം പറഞ്ഞിട്ട് നമ്മൾ ടോപ്പിലേക്ക് കിടക്കാം. അതായത് ഒരു ന്യൂ മം ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞൊക്കെ കേട്ടിട്ട് അവൾ കരഞ്ഞാലും അവളെ ഫോഴ്സ്ഫുള്ളി കുറേ കാലിലൊക്കെ എടുത്തിട്ടായാലും കരഞ്ഞാലും നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ട് അവളെ നിർബന്ധിച്ച് കുറേ വട്ടം ഞാൻ ഫുഡൊക്കെ കൊടുത്തായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ മോൾക്ക് ഞാൻ സോളിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രാഗി ഒരു വട്ടം ഞാൻ കൊടുത്തപ്പോൾ അവളിങ്ങനെ വൊമിറ്റ് ചെയ്യാനും കരയാനൊക്കെ തുടങ്ങിയപ്പോൾ നോർമലല്ല എല്ലാ കുട്ടികളും കരയെന്ന് പറഞ്ഞ് ഫാമിലിയിലുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്തു. പിന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നോക്കിയപ്പോഴാണ് അറിയണത് ഇവൾക്ക് ഇങ്ങനെ രാഗിയോട് ചെറുതായിട്ട് അലർജി ഉണ്ടെന്ന് പറയണേ. അതുകൊണ്ട് തന്നെ ഓരോ വട്ടം പുതിയ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ റിയാക്ഷൻസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കുട്ടിക്ക് രാഗി കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ആൾക്ക് അലർജിയോ മറ്റോ ഒന്നും കണ്ടില്ലായിരുന്നു. ആദ്യം തന്നെ നമ്മൾ സോളിഡ് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് സോളിഡ് കൊടുക്കാനുള്ള അവരുടെ ബോഡി ലാംഗ്വേജസ് കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതായത് എൻ്റെ മോൾക്ക് ഒരു 5.5 മാസമായപ്പോഴേക്കും അവൾ ചെറിയ രീതിക്ക് അവളുടെ ചുണ്ട് അപ്പർ ലിപ്സൊക്കെ ഇങ്ങനെ ബൈറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ കൈ നന്നായ രീതിക്ക് വായിലിട്ട് കടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അവൾ നമ്മുടെ കൈ തട്ടി പറിക്കാനും വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അവൾ നന്നായി ശ്രമിക്കുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ 5.5 മാസമായപ്പോഴേക്കും ഞാൻ ചെറിയ രീതിക്കൊക്കെ ഫ്രൂട്ട്സിൻ്റെ പ്യൂരി എടുത്തിട്ടും അങ്ങനെ ചെറിയ ഫ്രൂട്ട്സൊക്കെ ഞാൻ അവൾക്ക് അങ്ങനെ റോ ആയിട്ട് തന്നെ കഴിക്കാനൊക്കെ ആയിട്ട് നിബിളറിലൊക്കെ ഇട്ടിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവൾക്ക് ചെറിയ രീതിക്കൊക്കെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ കറക്റ്റ് 6 മാസമായപ്പോൾ ഞാൻ അവൾക്ക് രാഗി കൊടുക്കാൻ തുടങ്ങി. രാഗി അതായത് സ്പ്രൗട്ടഡ് ആയിട്ടുള്ള രാഗി പൊടിച്ചിട്ടുള്ളത്, അതിൽ നമ്മൾ പനങ്കൽക്കട്ടത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ചെറിയ രീതിക്ക് മധുരമൊക്കെ ആക്കിയിട്ട് കൊടുത്തു. അവൾ നല്ല രീതിക്ക് കഴിച്ചു കേട്ടോ. ഇനി എപ്പോഴാണ് ഫുഡ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. എൻ്റെ മോൾക്ക് ഇപ്പോൾ 6.5 മാസമായിട്ടുണ്ട്. ഞാൻ അവൾക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ ഉറങ്ങി എണിക്കുമ്പോൾ, അതായത് രാവിലെ ഉറങ്ങി എണിക്കുമ്പോൾ ഒരട്ടം ഫീഡ് ചെയ്യും. എന്നിട്ട് അവളെ ഞാൻ 1 മണിക്കൂർ കളിക്കാനൊക്കെ ആയിട്ട് വിട്ടിട്ട് അവൾ വീണ്ടും ഒന്ന് ഫീഡ് ചെയ്തിട്ട് ഉറക്കി കഴിഞ്ഞിട്ട് അവൾ എണിക്കുമല്ലോ, അപ്പോഴാണ് ഞാൻ അവൾക്ക് ഫ്രഷ് ആയിട്ട് കൊടുക്കണം. അതായത് അവരുടെ മൂഡ് നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവും, ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ടൈമിലായിരിക്കണം നമ്മൾ ഫുഡ് കൊടുക്കാൻ. ഓൾറെഡി പാല് കുടിച്ചതിൻ്റെ മേലെ കൂടെ ഫുഡ് നമ്മൾ കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കഴിക്കില്ല. കാരണം അവരുടെ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ മേലെ കൂടെ പാല് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഫുഡ് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അവർ എങ്ങനെയായാലും അവർ കഴിക്കില്ല. അത് കഴിക്കാണ്ടിരിക്കാനുള്ള വഴികളെ നോക്കുള്ളൂ. വിശന്ന് ഇരിക്കാത്ത ഒരാളെ നമ്മളെങ്ങനെ ഓവർ ഫീഡ് ചെയ്താലും അവർ കഴിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് വിശക്കാനുള്ള ടൈം എന്തെങ്കിലും കൊടുക്കണം, അപ്പോഴേ അവർ ഫുഡ് കഴിക്കുള്ളൂ. പിന്നെ കുഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡാണോ എന്നുള്ളത് നോക്കണം. പിന്നെ അവരുടെ വായിലെടുത്തേക്ക് തന്നെ ഫുഡ് കൊണ്ടുപോകുമ്പോൾ തന്നെ അവർ വായ തുറക്കും. നമ്മളായിട്ട് ഇങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് വായ തുറപ്പിച്ചു കേട്ടോ, അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വിശന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും ഉറപ്പായിട്ടും കഴിക്കും. ഇപ്പം എൻ്റെ ഈ വീഡിയോയിൽ എൻ്റെ മോള് കഴിക്കുന്ന പോലെ അവളെടുത്തോട്ട് ഫുഡ് കൊണ്ടുവന്നാൽ അവൾ വായ തുറക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. അതല്ല അവൾക്ക് അത് വയറ് നിറഞ്ഞു എന്നുള്ള സയൻസ് അവൾ കാണിക്കാൻ തുടങ്ങും. അവൾക്ക് വയർ ഫുള്ളാണെങ്കിൽ അവൾ പിന്നെ പയ്യെ ഓരോ ആക്ഷൻസൊക്കെ കാണിക്കും. അതിലൂടെ എനിക്ക് മനസ്സിലാവും അവൾക്കത് ഇഷ്ടമല്ല എന്നുള്ളത്, മതിയായി അവൾ വയർ നിറഞ്ഞു എന്നുള്ള എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. വയറൊക്കെ നിറഞ്ഞ കുട്ടീനെ നമ്മൾ വീണ്ടും പിടിച്ചിട്ട് നിർബന്ധിപ്പിച്ച് കരയിപ്പിച്ചിട്ട് കാലിലൊന്നും കിടത്തി ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കറക്റ്റ് ടൈം ആകുമ്പോൾ കഴിച്ചോളും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല പുതിയൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ മുഖത്ത് പല എക്സ്പ്രഷൻസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും അവർക്ക് ഇഷ്ടപ്പെടാനാണ് കാണിക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് ഏത് ഫുഡ് കൊടുക്കുകയാണെങ്കിലും അവരുടെ ടേസ്റ്റ് ബഡ്സൊക്കെ ആദ്യമായിട്ട് പുതിയ ഭക്ഷണത്തിനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അവർ അങ്ങനെ ഫേസൊക്കെ കാണിക്കും കേട്ടോ. അതൊന്നും വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട, അവർ കഴിച്ചോളും. പിന്നെ ഞാൻ വെള്ളം കൊടുക്കുന്നത് ഈ സോളിഡ് ഫുഡ് എപ്പോഴൊക്കെയാണോ കൊടുക്കണേ ആ ടൈമിൽ മാത്രമാണ് ഞാൻ വെള്ളം കൊടുക്കുക. അല്ലാത്ത ടൈമിലൊക്കെ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ആണ് ചെയ്യുക. വെള്ളം ഈ 2 നേരം മാത്രമാണ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
വെള്ളം കുടിക്കാൻ നല്ല ഇഷ്ടമാട്ടോ അവൾക്ക്. നമ്മൾ ഇവരെ ഫോഴ്സ് ചെയ്തിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, പിന്നെ അവർക്ക് ഈ ഫുഡിങ് ടൈമിനോട് തന്നെ ഒരു വെറുപ്പ് പോലെ കാണിക്കാൻ തുടങ്ങും, കരയാനും വാശി പിടിക്കാനും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താണെന്ന് വെച്ചാൽ അവരെ ഹാപ്പി ആയിട്ട് വെക്കുക. അവർക്ക് എപ്പം മതി എന്ന് പറയുമ്പോൾ അപ്പം നിർത്തുക. വീണ്ടും നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ വിശക്കണമെന്ന് അതിൽ വീണ്ടും അവർ കാണിക്കണം തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കൊടുക്കാം. അല്ലാണ്ട് ആ ടൈമിൽ തന്നെ അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കാണ്ടിരിക്കുക. ഇപ്പം എൻ്റെ മോളെന്ന് പറഞ്ഞാൽ അവളെ ഹാപ്പി ആയിട്ട് കഴിക്കണുണ്ടില്ലേ. അവൾ കൈയിട്ട് അടിക്കുന്നതും അവൾ ചിരിച്ചുകൊണ്ടൊക്കെയാണ് കഴിക്കുന്നത്. അവളുടെ ബോഡി ലാംഗ്വേജ് കണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അവളെ മൊത്തത്തിൽ ഹാപ്പി ആയിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത്. നമ്മളവളെ നിർബന്ധിക്കുകയോ അതോ അവളെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നില്ല. അവൾക്ക് എപ്പം മതിയെന്ന് തോന്നുന്നു അവൾ പിന്നെ ഞാൻ പറഞ്ഞു അവളെ ആക്ഷൻസ് കാണിക്കാനും ചെറിയ രീതിക്കൊരു മടുപ്പ് പോലെ കാണിക്കാനൊക്കെ തുടങ്ങും. അപ്പം നമ്മൾ അവിടെ നിർത്തണം. ഇപ്പോൾ ഹാപ്പി ഇരിക്കുന്ന ആൾ ഇതാ ഇപ്പോൾ ചെറുതായിട്ട് മടുപ്പൊക്കെ കാണിക്കാൻ തുടങ്ങും. ഇപ്പോൾ തൊട്ട് ശ്രദ്ധിച്ച് നോക്കിയോളൂ. ഹാപ്പി ആയിട്ട് തന്നെ ആൾ ചിരിച്ചുകൊണ്ട് മതി എന്നുള്ള രീതിക്കുള്ള ഇൻഡിക്കേഷൻസും കാണിക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ തുപ്പണുണ്ട് പുറത്തേക്ക്, തുപ്പ് ചെയ്യുക, പിന്നെ തട്ടുക, ഇതൊക്കെയാണ് അവൾ കാണിക്കാറ്. ഇവിടെ വെച്ച് നമ്മൾ നിർത്തണം. പിന്നെ നമ്മൾ അവളെ കഴിപ്പിക്കുകയെ ഫുഡ് ബാക്കിയെന്ന് വിചാരിച്ചിട്ട് ഫുഡ് വേസ്റ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ മോളുടെ ഹെൽത്തിനേക്കാളും വലുതല്ലല്ലോ ഫുഡ് പോകാന്നുള്ളത്. അപ്പോൾ അവിടെ നിർക്കത ആൾ ഇത്രയ്ക്കും കഴിച്ചിട്ടുണ്ട്, ഇനിയും കൊടുത്താൽ കഴിക്കായിരിക്കും. പക്ഷെ നമ്മൾ വീണ്ടും ഫോഴ്സ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. പിന്നെ ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ആൾ എനിക്കും ഞങ്ങളൊന്ന് കുളിക്കും, വീണ്ടും ഇറങ്ങും. പിന്നെ ഒരു വൈകിട്ടൊരു 5 മണി ആ ടൈം ആകുമ്പോൾ വീണ്ടും ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കും. ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഇസാൻസ് ഫുഡ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡാണ് കേട്ടോ. അത് സ്പ്രൗട്ടഡ് രാഗിയാണ്. മൂത്ത ആൾക്ക് ഈ രാഗി അലർജി ഉണ്ടെങ്കിൽ, പക്ഷേ രണ്ടാമത്തെ ആൾക്ക് അലർജി ഒന്നുമില്ല കേട്ടോ. രാഗിനോട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ എടുക്കണം. ബൈ ബൈ.